നിർമ്മാതാവ് ചർച്ചകളിലേക്ക് ജി സുരേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജി സുരേഷ് കുമാർ, സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധ സമരത്തിനാണ് ഫെഫ്ക ഒരുങ്ങുന്നത്. JSK എന്ന സുരേഷ് ഗോപി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകാത്ത പശ്ചാത്തലത്തിലാണ് നാളെ പ്രതിഷേധം അടക്കം ഉണ്ടാകാൻ പോകുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്താൻ ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പ്രതിഷേധം കടുക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഫെഫ്ക മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് പങ്കുചേർന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു സെൻസർ ബോർഡിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഇവിടെ ക്ലിയർ ചെയ്തൊരു പണം ഡൽഹി ചെല്ലുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? തിരുവനന്തപുരത്ത് ക്ലിയർ ഇത് രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ്. ആദ്യം പത്മകുമാർ എന്ന് പറഞ്ഞൊരു ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ടുള്ള ഒരാൾ ഒരു സിനിമ ചെയ്തു. അതിലൊരു കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ക്ലിയർ ചെയ്ത സിനിമ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജാനകി പറ്റൂല, അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആ പാവം പ്രൊഡ്യൂസർ അത് ജയന്തി നാക്കേണ്ടി വന്നു. ഇതെന്തോന്ന്, ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഇതൊന്നും എവിടെ നടക്കുന്ന കാര്യമല്ല. ഇത് ഇവിടെ അല്ല ശരിക്കും സമരം ചെയ്യുന്നത്. ബോംബെ പോയിട്ട് ആ സെൻസർ ഓഫീസിന്റെ നടയിൽ ആണ് നമ്മൾ ഇന്ന് സമരം ഇരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മളിവിടെ നാളെ എല്ലാവരും സമരം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു ഗംഭീര സമരമായിട്ട് മാറട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. പക്ഷെ ഇതൊരിക്കലും വെച്ച് പറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ സെൻസർ ബോർഡിലെ മെമ്പേഴ്സ് എല്ലാം ഇരുന്ന് കൂടി ആലോചിച്ച് സെൻസർ ചെയ്ത ഒരു സിനിമ അവിടെ ചെല്ലുമ്പോൾ ജാനകി എന്ന് പറഞ്ഞ എത്രയോ സിനിമ വരും. ജാനകി എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്താണ് ഒരു സിനിമ വന്നത്. മലയാളത്തിൽ ഇതിനു മുമ്പ് പട്ടാളം ജാനകി എന്നൊരു പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അങ്ങനെ സിനിമകൾ വന്നിട്ടുണ്ട്. ജാനകിയുടെ വേറെ ഏതൊരു ജാനകി എന്ന പേരുള്ള ഒരു 3-4 സിനിമകൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ വരുന്നത്. സീതയുടെ പേര് ജാനകിയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പേര് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ പേരും, ഹിന്ദുക്കളുടെ പേരുകളിലെ മിക്കവാറും എല്ലാ പേരുകളും ഏതെങ്കിലും ദൈവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ പേരുകൾ ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. എന്ത് നീതിയാണ് ഇതൊക്കെ? സെൻസർ ബോർഡ് ഇതുപോലത്തെ ഈ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം. അതിനെല്ലാവരും ഉണ്ട്. ഫെഫ്കയോടൊപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സകല ഇൻഡസ്ട്രി മൊത്തം അവരോടൊപ്പം എന്തായാലും ഉണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം തന്നെയാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നു നാളെ ഇതിനനുകൂലമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോടതിയെങ്കിലും ഇത് കണ്ണു തുറന്ന് ഇത് കണ്ട് നമുക്കൊരു നല്ല അനുകൂലമായിട്ടൊരു വിധി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ഇത് വെറും നമുക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അവിടെ ഇരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ. അവർക്ക് എന്താണ് ഇതിന്റെ കാര്യങ്ങളെന്നൊന്നും അറിയില്ല. അവരാണ് ഇത് മുഴുവൻ ചെയ്തത്. അപ്പം ഇതിനെതിരെ ശക്തമായ രീതിയിൽ നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ തിരുവനന്തപുരം സെൻസർ ഓഫീസിൽ സിനിമ നിർമ്മാതാക്കളും ടെക്നീഷ്യൻസും എല്ലാവരും അതിന്റെ മുമ്പിലുണ്ടാവും പ്രതിഷേധത്തിന്. ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിലാണ്, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇതൊരു വലിയ ഒരു മുന്നോട്ടുള്ള കുതിപ്പാണ്. എന്തായാലും ഫെഫ്കയ്ക്കും അതിന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നന്ദി ശ്രീ ജി സുരേഷ് കുമാർ ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്. സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഫെഫ്കയും താരസംഘടനാ പ്രതിനിധികളും നിർമ്മാതാക്കളുടെ സംഘടനയും സമരത്തിൽ പങ്കാളികളാകും. ഇക്കാര്യം തന്നെയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറും ജനം ടിവിയോട് സ്ഥിരീകരിച്ചത്.